ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി 30ാമത്തെ ക്ലാസ് ആണ്. ഫുറൂദുൽ ഗുസ്ലി, കുളിയുടെ ഫർളുകൾ. ഫർളിന്റെ ബഹുവചനം ഫുറൂദ്. അൽ ഗുസ്ൽ, കുളി, കുളിയുടെ ഫർളുകൾ. ഫുറൂദുഹു ഇസ്നാനി, കുളിയുടെ ഫർള് രണ്ടെണ്ണമാണ്. അൽ അവ്വലു വന്നിയ്യത്ത്, ഒന്ന് നിയ്യത്താണ്. നിയ്യത്ത് ശേഷം പറയുന്ന ഈ 8 നിയ്യത്തിൽ ഏതെങ്കിലും ഒന്ന് മതി. തക്ഫീ ഫീഹാ, തക്ഫീ ഫീഹാ ഇഹദൻ നിയ്യാത്തിൽ ആതിയത്തി മഖറൂനത്തൻ ബി അവ്വലിൽ ഗുസ്ലി. ഈ പറയപ്പെട്ട വരാൻ പോകുന്ന 8 നിയ്യത്തുകളിൽ ഒന്ന് മതിയാകും. തക്ഫീ മതിയാകും. ഫീഹാ, ആ നിയ്യത്തിൽ. ഇഹദൻ നിയ്യാത്ത്, നിയ്യത്തുകളിൽ ഒന്ന്. നിയ്യാത്ത് ബഹുവചനാണ്. അഹദിന്റെ മുഅന്നസാണ് ഇഹ്ദ. ഇഹ്ദൻ നിയ്യാത്ത്, നിയ്യത്തുകളിൽ ഒന്ന് മതിയാകും. അൽ ആത്തിയ, ശേഷം പറയും. മഖറൂനത്തൻ ബി അവ്വലിൽ ഗുസ്ലി, കുളിയുടെ ആദ്യത്തോട് ചേർന്നിട്ട്. മഖറൂനത്തൻ, ചേർക്കപ്പെട്ട നിലയിൽ. ബി അവ്വലിൽ ഗുസ്ലി, കുളിയുടെ തുടക്കത്തോട്. കുളിയുടെ തുടക്കത്തിൽ തന്നെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. അതൊന്ന് നവൈത്തു റഫഅൽ ജനാബത്തി, ജനാബത്ത് ഉയർത്തുന്നു എന്ന് കരുതുക. നവൈത്തു റഫഅൽ ജനാബത്തി, നവൈത്തു ഞാൻ കരുതി റഫഅൽ ജനാബത്തി, ജനാബത്ത് ഉയർത്തുന്നു. 2 നഫൈത്തു റഫഅൽ ഹൈല്, ഇപ്പൊ ഹൈലുള്ളവളാണെങ്കിൽ ഹൈല് ഉയർത്തുന്നു എന്ന് കരുതുക. നവൈത്തു റഫഅൽ നിഫാസി, നിഫാസ് ഉള്ളവളാണെങ്കിൽ നിഫാസ് ഉയർത്തുന്നു എന്ന് കരുതുക. നവൈത്തു റഫഅൽ ഹദസി, അശുദ്ധി ഉയർത്തുന്നു എന്ന് കരുതുക. 5 നവൈത്തു ത്വഹാറത്ത അനിൽ ഹദസി, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയെ കരുതുക. നവൈത്തു ഞാൻ കരുതി അത്വഹാറത്ത, ശുദ്ധി, അനിൽ ഹദസി, അശുദ്ധി. നവൈത്തു അദാ അൽ ഗുസ്ലി, കുളി നിർവഹിക്കുന്നു എന്ന് കരുതുക. നവൈത്തു അദാ ഫർളിൽ ഗുസ്ലി, കുളിയുടെ ഫർള് വീട്ടുന്നു എന്ന്. അദാ വീട്ടുക, ഫർള്, ഫർള് ഗുസ്ലി, കുളി എന്ന ഫർള് അല്ലെ കുളിയുടെ ഫർള് വീട്ടുന്നു, വീട്ടലിനെ ഞാൻ കരുതി. 8 നവൈത്തുൽ ഗുസ്ല ലിൽ ജനാബത്തി, ജനാബത്തിനു വേണ്ടി കുളിയെ ഞാൻ കരുതി. വൽ ഖംസത്തുൽ ഉവലു, ഈ അവ്വല് അതിലുള്ള ഇതാണ് അതിന്റെ ആദ്യത്തെ 5 എണ്ണം. വൽ ഖംസത്തുൽ ഉവലു, ഈ ആദ്യത്തെ 5 എണ്ണം. ലാ തക്ഫി ഫി നിയ്യത്തി ദാഇമുൽ ഹദസി, ദാഇമുൽ ഹദസിന്റെ നിയ്യത്തിൽ മതിയാവുകയില്ല. ലാ തക്ഫി, അത് മതിയാകൂല. ഫി നിയ്യത്തി ദാഇമുൽ ഹദസ്, ദാഇമുൽ ഹദസിന്റെ നിയ്യത്തിൽ മതിയാവില്ല. നിത്യ അശുദ്ധിയുള്ള ആള് ഉയർത്തുന്നില്ലല്ലോ, അശുദ്ധി ഉയർത്തുന്നില്ലല്ലോ, അതുകൊണ്ട് ഉയർത്തുന്നു എന്ന് കരുതുന്നത് പ്രായോഗിക. അപ്പൊ ഒരു ഫർദ് പഠിച്ചു. അസാനി, രണ്ടാമത്തത് എന്താണ്? തഅമീമുൽ ബദനി ബിൽ മാഇ, വെള്ളം ശരീരം മുഴുവൻ എത്തിക്കുക. തഅമീം, മൊത്തമാക്കുക. അൽ ബദൻ, ശരീരം. ബിൽ മാഇ, വെള്ളം കൊണ്ട് ശരീരത്തിൽ മുഴുവനും എത്തിക്കുക. യജിബു ഗസ്ലു ശഅരിൻ ഗൈരി മുൻഅഖിദിൻ ബിനഫ്സിഹി ളാഹിറൻ വ ബാത്തിനൻ വഇൻ കസുഫ വബശരിൻ ളാഹിറൻ ഹത്തൽ അൾഫാരി വമാ തഹതഹാ വമാ തഹത ഖുൽഫത്തിൽ അഖ്ലഫി. യജിബു, നിർബന്ധമാണ്. ഗസ്ലു, കഴുകൽ. ശഅരിൻ, മുടി. ഗൈരി മുൻഅഖിദിൻ ബിനഫ്സിഹി, മുൻഅഖിദുൻ ബിനഫ്സിഹി അല്ലാത്ത. മുനാഖിദും ബിനഫ്സിഹി എന്ന് പറഞ്ഞാൽ സ്വയം കെട്ടുവീണത്, സ്വയം കെട്ടുവീണത്. സ്വയം കെട്ടുവീണതല്ലാത്ത മുടി കഴുകൽ നിർബന്ധമാണ്. എങ്ങനെ കഴുകണം? ലാഹിറൻ വബാത്തിനൻ, ഉള്ളും പുറവും. ഉള്ളിലും പുറത്തും എന്ത് ചെയ്യണം? വെള്ളം എത്തണം. വൈൻ കസുഫ, അത് തിങ്ങിയ മുടിയാണെങ്കിലും എന്ത് ചെയ്യണം? ഉള്ളിലും പുറമൊക്കെ വെള്ളെത്തണം. വബശരിൻ, തൊലിയിൽ വെള്ളെത്തണം. ലാഹിറൻ, പുറത്ത്, തൊലിയുടെ പുറത്തു വെള്ളെത്തണം. ഹത്തൽ അൾഫാരി, ഈ നഖം വരെ. അപ്പൊ നഖത്തിന്റെ ഇവിടെയൊക്കെ വെള്ളെത്തണം. വമാ തഹതഹ, നഖത്തിലെത്തണം, നഖത്തിന്റെ താഴെ എത്തണം. വമാ തഹത ഖുൽഫത്തിൽ അഖ്ലഫി, ഇനിയിപ്പോ ഒരാളുടെ ഈ ഒരു പുരുഷന്റെ ലൈംഗിക അവയവത്തിലെ തൊലി കൂടി നിൽക്കുന്ന സ്ഥലം, ആ തൊലി കൂടി നിൽക്കുന്ന അതിന്റെ ചുവട്ടിലുള്ള ഭാഗം, അതും എന്ത് ചെയ്യണം? കഴുകപ്പെടണം. അതായത് ആ ഭാഗങ്ങളെല്ലാം കഴുകപ്പെടണം. വമാ തഹത ഖുൽഫത്തിൽ അഖ്ലഫി, ചേലാക്രമം ചെയ്യപ്പെടാത്തതിനാണ് അഖ്ലഫ് എന്ന് പറയുക. അവരുടെ ആ തൊലിക്കാണ് ഖുൽഫത്ത് എന്ന് പറയുക. അതിന്റെ ചുവട്ടിലുള്ളതും കഴുകണം. വമാ ദഹറ മിൻ സിമാഖിൻ, അതുപോലെ ചെവിയുടെ പുറത്ത് കാണുന്ന ഭാഗമൊക്കെ കഴുകണം. ഉള്ളിൽ അങ്ങ് കൊണ്ടുപോയി കഴുകണ്ട, ഈ പുറത്ത് കാണുന്ന ഭാഗം കഴുകണം. സുഖൂഖിൻ, കീറുകൾ, ആ കീറുകളുടെ പുറത്ത് കാണുന്ന ഭാഗം കഴുകണം. വമംബിത്തി ശക്ത് സുഖൂഖ്,
മമ്പിത്തി ഷാറത്തിൻ, മുടി മുളക്കുന്ന സ്ഥലം. അതായത് ഒരു മുടി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ആ പറഞ്ഞ സ്ഥലത്ത് ഒരു ഇതുണ്ട്, ഒരു പിന്നെ ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ അവിടെ വെള്ളെത്തണം. ആണ് മുടി മുളക്കുന്ന സ്ഥലം. ഷാറത്ത് മുടി. ജാലത്ത്, ആ മുടി നീങ്ങിയിരിക്കുന്നു. ഖബ്ല ഗസ്ലിഹ, കഴുകുന്നതിന്റെ മുമ്പ് നീങ്ങിപ്പോയ ആ മുടിയുടെ മുളച്ച സ്ഥലം കഴുകണം. അപ്പൊ ഫർജ് ഇമ്രഅത്തിൻ, സ്ത്രീയുടെ ലൈംഗികാവയവം കഴുകണം. ഇന്ദ ജുലൂസിഹ, ഇരിക്കുന്ന സമയത്ത്. അല ഖദമൈഹ, രണ്ട് കാൽപാദത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ആ സ്ഥലം എന്ത് ചെയ്യണം? കഴുകണം. സിമാഖിൽ നിന്ന് വെളിവാകുന്നത്, ഷുക്കൂക്കിൽ നിന്ന് വെളിവാകുന്നത്, അതുപോലെ മുടിയുടെ മുളച്ച സ്ഥലത്ത് നിന്ന് വെളിവാകുന്നത്. ഫർജ് ഇംറഅത്തിൻ, സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ നിന്ന് വെളിവാകുന്ന ഭാഗം കഴുകണം. ഏത് ഭാഗം? ഇന്ദ ജുലൂസിഹാദമ ഖദമൈഹ, രണ്ട് കാൽപാദത്തിന്റെ മുകളിൽ ഇരുന്നാൽ വെളിവാകുന്ന സ്ഥലം കഴുകണം. ബാത്തിനി ജുദിരിയിൻ മുംഫത്തിഹിൻ, ബാത്തിന് ഉൾഭാഗം കഴുകണം. ജുദിരിയിൻ, വസൂരിയുടെ, മുംഫത്തി തുറന്നു കിടക്കുന്ന വസൂരിയുടെ അതിന്റെ ഉൾഭാഗം കഴുകണം. വലാ യജിബു തയഖുനു തഅമീമി, തഅമീമ് ഉറപ്പ എല്ലായിടത്തും എത്തി എന്നുള്ളത് യഖീനാകൽ നിർബന്ധമില്ല. യഖീൻ എങ്ങനെയാ? ഇപ്പൊ പുറംഭാഗം യഖീനാകണമെങ്കിൽ നമ്മൾ കാണണ്ടേ? അതൊരിക്കലും കാണൂലല്ലോ. കണ്ണാടി വെച്ചാൽ തന്നെ കണ്ണാടിയിൽ കാണുന്നത് അതിന്റെ ഫോട്ടോ കോപ്പി അല്ലേ, ഒറിജിനൽ അപ്പോഴും കാണുന്നില്ലല്ലോ. അപ്പൊ ആ തയക്കുന് നിർബന്ധമില്ല. വലാ യജിബു നിർബന്ധമില്ല. തയക്കുനു തഅമീം, എല്ലായിടത്തും എത്തി എന്നുള്ളത് തയക്കുൻ ഉറപ്പാകൽ നിർബന്ധമില്ല. ഫിൽ ഗുസ്ലി, കുളിയിൽ. ബൽ യക്ഫി ദന്നു ബിഹി, ഇപ്പൊ വെള്ളം പറഞ്ഞപ്പോ നനഞ്ഞു, അത് മതി. അല്ലന്നു ബിഹി, ആ എത്തി എന്ന ധാരണ മതിയാകും. കൽ വുദൂഇ, വുദൂയിലും അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ ആയിട്ട് സുന്നത്തുകൾ ചർച്ച ചെയ്യാം. ഈ കുളിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് നിയ്യത്തേ ഉള്ളൂ. ശരീരത്തിൽ എല്ലാ ഭാഗത്തും വെള്ളമെത്തണം. എല്ലാ ഭാഗത്തും വെള്ളമെത്തുക എന്നുള്ളത് വലിയ അസാധ്യമായ സംഗതിയൊന്നുമല്ല. അതിന്റെ മസലകൾ പറഞ്ഞതിന്റെ പേരിൽ എല്ലായിടത്തും വെള്ളം എത്തണം, അത് സൂക്ഷിക്കണം എന്നതിൽ കവിഞ്ഞ് ഒരു അമിതമായ ഒരു സാഹസങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു പ്രവണതയാണ്. അങ്ങനെ ഇസ്ലാമിൽ ഒരു പ്രോത്സാഹനം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുളിയുടെ പേരിലൊക്കെ ആഭാസങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു മനുഷ്യന്റെ വൃത്തിക്കും ശുദ്ധിക്കും വേണ്ടി നിയമമാക്കിയ ഒരു ഇബാദത്തായിട്ട് തന്നെ കുളിയെ കാണുക. അത് പ്രതിഫലാർഹമാണെന്ന് വിശ്വസിച്ച് വൃത്തിയിലും അതിന്റെ ശുദ്ധിയിലും നടക്കുക. അതിൽ കവിഞ്ഞ് ഒരു കഴിയാത്ത എത്ര ഒരു എഫേർട്ട്, ഒരു ജുഹുദ്, ഒരു അധ്വാനം, അതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന് വിശ്വസിച്ച് നല്ല വൃത്തിയിലും വെടുപ്പിലും ഒക്കെ നടക്കുന്നത് അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് ഈ വിഷയത്തിൽ നമുക്ക് ധാരണ വേണ്ടത്. അള്ളാഹു ശരികളൊക്കെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. തുടർന്നും നമുക്ക് ക്ലാസ്സുകൾ കാണുകയും പഠിക്കുകയും ചെയ്യാം.